സദ്യയായിട്ട് വന്നു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഹരിപ്രിയ കാർത്തിക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓണം റിലേറ്റഡ് ഒരു വീഡിയോ ആണ്. ഒരു കുഞ്ഞു വീഡിയോ ആയിരിക്കും. ഞങ്ങളൊരു ഓണം ഒന്ന് വ്ളോഗൊക്കെ എടുക്കാം എന്ന് വിചാരിച്ചു. ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഉത്രാടാണ്. അപ്പോൾ നാട്ടിലെല്ലാവരും ഓണം ഒക്കെ അടിച്ചു പൊളിക്കാനായിട്ട് ഇങ്ങനെ റെഡിയായി എല്ലാ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു വ്ളോഗ് ഇടുമ്പോൾ ചിലപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞായിരിക്കും നിങ്ങൾ ഈ ഒരു വ്ളോഗ് കാണുന്നുണ്ടാവുക. ഇത്തവണ ഓണം ആവാറായല്ലോ, അതുകൊണ്ട് എല്ലാ വീഡിയോസ് കാണുമ്പോഴും ഒക്കെ സദ്യ, അതുപോലെ തന്നെ എന്താ പറയുക, ഓണം വൈബ് കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഇത്തവണ എനിക്ക് സദ്യ കഴിക്കാനുള്ള ഒരു ഭയങ്കര ആഗ്രഹം കേട്ടോ. വേറെ ഒന്നുമില്ലെങ്കിലും സദ്യ കഴിക്കാൻ ഭയങ്കര ആഗ്രഹം. അങ്ങനെ ഇങ്ങനെ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടുത്തെ നമ്മുടെ ഇന്ത്യൻ സ്റ്റോറിലൊക്കെ ഫ്രോസൺ സദ്യ കിട്ടും. അതായത് കറികൾ മിക്ക എല്ലാ കറികളും ഉണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചോറ് നമ്മൾ വീട്ടിലുണ്ടാക്കണം എന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് അടിപൊളി സംഭവമല്ലേ. ടേസ്റ്റും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല കേട്ടോ. എന്തായാലും യൂട്യൂബൊക്കെ സെർച്ച് ചെയ്ത് ഞാൻ റിവ്യൂസൊക്കെ നോക്കിയപ്പോൾ നല്ല അടിപൊളി എന്നൊക്കെയാണ് കേൾക്കുന്നത്. അറിയില്ല, നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്നൊക്കെ. അപ്പോൾ ഇന്ന് ഉത്രാടത്തിൻ്റെ അന്ന് കാർത്തിക്ക് ജോലിയുണ്ട്. നാളെയും കാർത്തിക്ക് ജോലിയുണ്ട് കേട്ടോ, ഓണത്തിൻ്റെ അന്നും. അപ്പോൾ കാർത്തി ജോലി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ തൊട്ടടുത്തുള്ളത് ഇന്ത്യൻ സ്റ്റോർ ഉണ്ട്. അവിടെ ഈ ഒരു സംഭവം കിട്ടും, ഈ ഒരു സദ്യ ബോക്സ് കിട്ടും. 3 പേർക്കുള്ളതുണ്ട്, 5 പേർക്കുള്ളതുണ്ട്. 3 പേർക്കുള്ളത് മതിയില്ല ഞങ്ങൾക്ക്. അപ്പോൾ അത് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ ഉള്ളത് ഞാൻ ഈ ഒരു വീഡിയോ കൂടെ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം കുറേ നാളായി സദ്യ കഴിച്ചിട്ട്. നിങ്ങൾക്കറിയാലോ, മുമ്പത്തെ ഓണത്തിന് നമ്മൾ വീട്ടിൽ തന്നെയാണ് എല്ലാം ഉണ്ടാക്കി കഴിച്ചത്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നമുക്ക് ഒരാൾ മാത്രം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ കുറേ സമയം അവിടെ നഷ്ടപ്പെട്ടു പോവുകയാണ്. പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇന്ത്യൻ സ്റ്റോറിൽ പോയി ഇത്രയും സാധനങ്ങൾ വാങ്ങണം, ഇത്രയും കറികളൊക്കെ കൂട്ടി കഴിക്കണമെങ്കിൽ ഭയങ്കര പാടല്ലേ. 2-3 ഐറ്റം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. എനിക്ക് പക്ഷേ ഇങ്ങനെ സദ്യയിൽ എല്ലാ കറികളും കൂട്ടി കഴിക്കുമ്പോഴാണല്ലോ ആ ഒരു സെറ്റപ്പ് ആവുക. ഓക്കെ, അപ്പോൾ ഞാൻ വിചാരിച്ച സദ്യ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നല്ലതാണെങ്കിൽ അടുത്ത ഓണത്തിന് നമുക്ക് ഇത് തന്നെ ട്രൈ ചെയ്യാമല്ലോ. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ വീട്ടിൽ തന്നെ ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ ഓണം കോസ്റ്റ്യൂമൊന്നും ഇട്ട് വരാണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഓണം അടിച്ചു പൊളിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും ഓണത്തിൻ്റെ അന്ന് പറയാൻ പറ്റിയില്ലെങ്കിലും എല്ലാവർക്കും ഞങ്ങളുടെ വക ഒരു ഹാപ്പി ഓണം ഗൈസ്. നിങ്ങളെല്ലാവരും അടിപൊളിയായിട്ട് ഓണം സെലിബ്രേറ്റ് ചെയ്യുക. നല്ല അടിപൊളി സദ്യ കഴിച്ചിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. കഴിച്ചിട്ടില്ലെങ്കിൽ കഴിക്കാൻ പോവുകയാണെങ്കിൽ നല്ല അടിപൊളി സദ്യ കഴിക്കുക. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഒക്കെ വീഡിയോയിലേക്കോ. എത്തി ഗായ്സ്, സദ്യയും കൊണ്ട് ആളെത്തി ഗായ്സ്. ഇവിടെ എൻ്റെ സദ്യ. മാവേലി വന്നോ സദ്യയായിട്ട്? നമ്മുടെ പ്രജകൾക്ക് സദ്യ. അതൊന്ന് ടൈറ്റ് ചെയ്യട്ടെ ഒരു മിനിറ്റ്. അങ്ങനെ ഗായ്സ് സദ്യ ആയിട്ട് ആളെത്തിട്ടോ. ഒരു ഓറഞ്ച് ബോക്സിലൊക്കെയാണ് വന്നേക്കുന്ന സംഭവം. ഡെയിലി ഡിലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡൊക്കെയാണ് ഇത്. 3 പേർക്കുള്ള സംഭവമാണ് കേട്ടോ. അല്ലേ, 30 യൂറോയാണ്. നാട്ടിലൊരു 2700-800 രൂപ വരും. പക്ഷെ ഇവിടെ കുറച്ച് കൂടുതലാണ്. കാരണം വെച്ചാൽ നാട്ടിൽ നമ്മൾ സദ്യക്ക് കൊടുക്കണം 100 യൂറോ 120 രൂപ ഇലക്കാണ്. ഇത് 3 ഇലക്ക് എത്ര പോയാലും ഒരു 500 രൂപ കൂടില്ല. അതെ, ഈ വർഷം നമ്മൾ 3000 രൂപ അടുത്ത് കൊടുത്തിട്ടാണ്. നമുക്കിപ്പോ നോക്കിയാലോ? നോക്കണം. ഇപ്പൊ കറികളൊക്കെ നോക്കി വെക്കായിരുന്നു. അല്ല, എന്തായാലും നാളെ കഴിക്കാം. നമ്മൾ നാളെയാണ് കേട്ടോ കഴിക്കുന്നത്. പക്ഷെ എന്താ സാധനങ്ങൾ എന്നൊക്കെ ഇപ്പോഴേ നോക്കി. ഓണത്തിനാണ് സദ്യ ഉണ്ട്, ഉത്രാടത്തിന് നമ്മൾ സദ്യ കഴിക്കുന്നുണ്ട് അല്ലേ? അതെ, ഓക്കെ അല്ലേ? അപ്പോൾ ഗൈസ് നമ്മുടെ മെയിൻ സദ്യയൊക്കെ എത്തിയിട്ടുണ്ട്. ഭയങ്കര ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു ഇത് വാങ്ങാൻ വേണ്ടിയിട്ട്. കാരണം സദ്യ ഫുൾ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. നമുക്ക് തുറന്നു നോക്കാം എന്തായാലും എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത്. അപ്പം ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഫ്രോസൺ ആണ്. അപ്പോൾ വേറെന്താ ചെയ്തേക്കണേ, ഫുള്ളി കുക്ക്ഡ്. സ്ഥലം എഴുതിയിട്ടുണ്ട് ഇത് എവിടെ നിന്നാന്ന്. യെസ്, ബുക്ക് ഫസ്റ്റ് തുറക്കുമ്പോൾ തന്നെ നമുക്കൊരു ബുക്കാണ് കേട്ടോ. സദ്യ വെജിറ്റേറിയൻ ഫീസ്റ്റ് എന്നാണ് എഴുതിയേക്കുന്നത്. പിന്നെ ബ്രാൻഡിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. ഇതിൽ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ എന്തൊക്കെയുള്ള ഇവരുടെ ഓരോ പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസും
പിന്നെ ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെയാ ഉള്ളതെന്നും ഇവർ എഴുതിയിട്ടുണ്ട് കേട്ടോ. ആ ചെറിയൊരു പ്രൊമോഷനും അതിന്റെ കൂടെ എഴുതിയിട്ടുണ്ട്. എവിടെയാ? ആ ആ ആ എന്തായാലും ഇവിടെ എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് ഇതിൽ ഉള്ളത് കാണാൻ പറ്റുന്നുണ്ടോ? അല്ല, പേപ്പർ വാഴയിലാണ് കേട്ടോ. 3 എണ്ണം ഉണ്ട് കേട്ടോ. 3 പേർക്കുള്ള 3 പേപ്പർ വാഴയിലുണ്ട്. അടിപൊളി. ടേബിൾ മാറ്റ്. ഓഹോ അത് കൊള്ളാം അല്ലേ? ഈ ടേബിൾ മാറ്റ്. പിന്നെ ദേ ഇത് ഇങ്ങനെ ഓരോ പെട്ടികളിലായിട്ടാണ് കേട്ടോ. ആ ഇത് ലെമൺ പിക്കിള്. ഇഞ്ചിക്കറി. മാംഗോ പിക്കിള്, മാങ്ങാക്കറി. ഇവിടെ തന്നെ എന്താ 2 ബോക്സോ പരിപ്പ് പായസം. പരിപ്പ് പായസം അടപ്രഥമനും ഉണ്ട് കേട്ടോ. 2 എണ്ണം. പരിപ്പ് പായസം, അടപ്രഥമൻ, 2 പായസം ഉണ്ട്. എനിക്ക് സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യ. പിന്നെ ഫ്രോസൺ. അതെ വേണ്ട, 2 പായസം ഉണ്ട്. പപ്പടം. ഇത് നമുക്ക് പൊരിക്കണം, അങ്ങനത്തെ റെഡി ടു ഫ്രൈ. പപ്പടം. ശർക്കര വരട്ടി. അതെ ശർക്കര വരട്ടി. ശർക്കര വരട്ടി 40 ഗ്രാം. ബനാന ചിപ്സ്. ബോളി. ആ എന്റെ 32 വല്ല് ബോളി. പിന്നെ ഇതെന്താ? ഇത് അങ്കമാലി മാംഗോ കറി. മാംഗോ കറി ഇതിൽ എഴുതിയേക്കണം അങ്ങനെയാ. ഓക്കെ പിന്നെ ഇതിവിടെ ഇരിക്കട്ടെ. മാറ്റിയിട്ട് ചെയ്യാം. മീൻസ് കറികളൊന്നും വന്നില്ല. നോക്കാം. ആ എന്നിട്ട് ഉപ്പിന്റെ സൈഡിൽ വിളമ്പാണ്. സാധനം വരുന്നു. ഫസ്റ്റ് പരിപ്പ് കറി. ചോറ് ഒഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് പരിപ്പ് കറി വേണമല്ലോ, നിർബന്ധമാണല്ലോ ആ സംഭവം. പിന്നെന്താ ഇത് കഴിക്കാം. കൂട്ടുകറി. കാർത്തിയുടെ ഫേവറേറ്റ് അല്ലേ? കൂട്ടുകറി. പക്ഷെ ഇത് വെറൈറ്റി ആയിട്ട്. ഇത് നമ്മുടെ അവിടെ അങ്ങനെ ഓണിയൻ തീയല് ചില കല്യാണങ്ങൾക്ക് ഉണ്ടാവായിരിക്കും. അതായിരിക്കും. ഓലൻ. അത് നമ്മുടെ ഇതിലുണ്ട്. ഓലൻ. എരിശ്ശേരി. എരിശ്ശേരി നമ്മുടെ അവിടെ അങ്ങനെ ഉണ്ടാവാറില്ല. എരിശ്ശേരി ഉണ്ടാവാറുണ്ടോ സദ്യയില്? ഇല്ല. പുളിശ്ശേരി അല്ല, മറ്റേ മുന്തിരിയിട്ട എരിശ്ശേരിയാണോ? ഇടിച്ചക്ക തോരൻ. അത് വെറൈറ്റി അല്ലേ? നമുക്ക് ഇത് മാറ്റാം. അടിയിൽ എന്തൊക്കെയുണ്ട്? ഇനി എന്താ ഉള്ളത്? ഇനി അവിയലല്ലേ? പിന്നെ അത് ഞാൻ കാണിച്ചായിരുന്നു. കൂട്ടുകറി ഇതൊക്കെ കാണിച്ചായിരുന്നു. ഇനി അടുത്ത ലെയർ ഓപ്പൺ ചെയ്യാണ്. ഓഹോ ഇതെന്നത്? ഇനിയുണ്ട് അവിയല്. തോരൻ വേറെ. ഇടിച്ചക്ക തോരൻ വേറെ ഉണ്ടായിരുന്നു. ഇത് ക്യാബേജ് തോരൻ. അവിയല്. അത് ഫ്രോസൺ അല്ല, വെള്ളയല്ല. അത് ചൂടാക്കുമ്പോഴേക്കും. പച്ചടി. പച്ചടിയാണ് മുന്തിരിങ്ങ ഇട്ടിട്ടുള്ള. സാമ്പാർ. ഇല്ല ഒന്നും കേട്ടില്ല. കൂർക്ക മെഴുക്കുവരട്ടി. രസം. ഒരു സാധനം ഇല്ല. മോരുകറി. എവിടെ എന്റെ മോരുകറി? അതായിരിക്കും. എന്തായാലും സംഭവം വിളിച്ചിട്ട് ഇതൊക്കെ പിടിച്ച് ഉള്ള വീഡിയോ നാളെ വിളക്കൊക്കെ കത്തിച്ച് നമ്മളൊരു ട്രഡീഷണൽ രീതിയിൽ തിരുവോണത്തിന്റെ അന്ന് നമ്മള് സദ്യ കഴിക്കും ഗൈസ്. അതെ അതെ. നാളെ കാണാം. ബൈ ഗൈസ്.
ഹലോ ഗായ്സ്, അപ്പോൾ ദേ ഇന്ന് തിരുവോണമാണ്. ഇന്നലെ നമ്മൾ സദ്യയുടെ ബോക്സ് വാങ്ങിച്ചതും അതുപോലെ തന്നെ എന്തൊക്കെ ഐറ്റംസാണ് ഉള്ളതെന്നൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നാട് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. ഓണത്തിനും വിഷുവിനൊക്കെയാണ് നാട് ശരിക്കും മിസ് ചെയ്യാറ്. അതുപോലെ തന്നെ വല്ല കല്യാണമൊക്കെ വരുമ്പോഴാണ്. അപ്പോൾ ഓണത്തിന് എൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ നാട്ടിലായിരുന്നപ്പോൾ നാട്ടിൽ തിരുവോണത്തിന് അന്ന് രാവിലെ അച്ചാമ്മയുടെ അടുത്തൊക്കെ പോയി നല്ല അടിപൊളി സദ്യയൊക്കെ കഴിച്ച് ഉച്ച കഴിഞ്ഞ് നമ്മൾ എൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് പോകും, അമ്മമ്മയുടെ വീട്ടിലേക്ക് പോകും. അവിടെ ആയിരിക്കും രാത്രി വരെ, അവിടെ ആയിരിക്കും ഡിന്നറും കാര്യങ്ങളൊക്കെ. വീണ്ടും 2-3 സദ്യ കഴിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കഴിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. ഓണം പടക്കമൊക്കെ പൊട്ടിച്ച് അടിപൊളിയായിരുന്നു. അങ്ങനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. എന്നാലും നമ്മൾ ഇവിടെയാണെങ്കിലും നമ്മൾ ഓണം എന്തായാലും സെലിബ്രേറ്റ് ചെയ്യണമല്ലോ. ഞാൻ ചെറിയ രീതിയിൽ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ചെറിയൊരു വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചു രാവിലെ തന്നെ എണീറ്റിട്ട്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റിട്ടെന്ന് പറയാൻ പോലെ 5 മണി 4 മണിയൊന്നുമില്ല, ഒരു 8 ആയി. ഇത് കണ്ടോ ഗൈസ്, രാവിലെ വീഡിയോ എടുത്തപ്പോൾ നല്ല വെയിലൊക്കെ കണ്ടതാണ്. ഇപ്പോൾ കണ്ടോ, ഇപ്പം നല്ല മഴക്കാലമായിട്ടുണ്ട് പുറത്തൊക്കെ. അതേ മഴക്കാലമായി, മഴ വരാൻ വേണ്ടി പോകാൻ തോന്നുന്നു. നല്ല കാറ്റൊക്കെ ഉണ്ട് പുറത്ത്. ഇപ്പോൾ സമയം ഒരു 2 മണി 3 മണി ആവാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് സദ്യക്ക് വേണ്ടിയിട്ടുള്ള ചോറും അതുപോലെ തന്നെ പപ്പടം നമ്മൾ തന്നെ ഫ്രൈ ചെയ്യണം. കാരണം അതിൽ പപ്പടം ഫ്രൈ ചെയ്ത് കിട്ടില്ല, നമ്മൾ നോർമൽ പപ്പടമായിട്ട് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ചോറ് ഉണ്ടാക്കണം, പിന്നെ പപ്പടം സെറ്റ് ചെയ്യണം. നമ്മൾ ഇവിടുത്തെ പൂ പറിച്ചിട്ട് നമ്മൾ നേരത്തെ രാവിലെ വിളക്കൊക്കെ കത്തിച്ചില്ലേ, അത് ഞാൻ എടുത്ത് ഇങ്ങനെ വെള്ളമൊക്കെ നിറച്ചിട്ട് അതിലിങ്ങനെ വെച്ചു ഗൈസ്. വെറുതെ ഡൈനിങ് ടേബിളിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഡൈനിങ് ടേബിളിൽ എന്തായാലും നമുക്ക് സദ്യ കഴിക്കാൻ നേരത്ത് നമുക്ക് സ്ഥലം ഉണ്ടാവില്ല. അപ്പം ഞാൻ ഇതിൽ ചുമ്മാ ഇങ്ങനെ ഒരു അടിപൊളിയാക്കി വെച്ചതാണ് ഗൈസ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നേരത്തെ ഞാൻ കുറച്ച് ചോറ് ഉണ്ടായിരുന്നു ആക്ച്വലി. അപ്പോൾ ഞാൻ ഉച്ചയായപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിശന്നു. അപ്പോൾ ഞാൻ ചോറ് കുറച്ചെടുത്ത് കഴിച്ചു. പക്ഷെ സദ്യയുടെ ഇതൊന്നും സെറ്റ് ചെയ്തില്ല. ചുമ്മാ ഇവിടെ ഉണ്ടായ ചമ്മന്തിപ്പൊടിയും കാര്യങ്ങളും കൂട്ടി കഴിച്ചു. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ചോറ് ഇട്ടിട്ടുണ്ട് കുറച്ച്. അപ്പം അത് നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. എന്താണ് വെച്ചേക്കുന്നത്? അത് ഈ കുക്കറിൻ്റെ അടിയിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ ഇതിൽ വയ്ക്കുമ്പോൾ വച്ചേക്കുന്നതാണ്. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ, ഓക്കെ അല്ലേ? അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമുക്ക് സദ്യയോട് ഭയങ്കര ഇഷ്ടം. അപ്പോൾ വല്ലപ്പോഴും കഴിക്കാൻ കിട്ടുന്ന ഒരു അവസരമല്ലേ. അപ്പോൾ സദ്യ എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര കൊതിയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും പ്രിപ്പറേഷൻസും നമ്മൾ ഫ്രോസൺ സദ്യയൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നത്. പോയി പപ്പടം എടുത്തിട്ട് വരാം. 6 പപ്പടം ഉണ്ട് റെഡി ടു ഫ്രൈ. അപ്പം ഞാൻ യൂസ് ചെയ്യണ സൺഫ്ലവർ ഓയിലാണ്, കാരണം ഇവിടെ അതുള്ളൂ. നല്ലത് എപ്പോഴും കോക്കനട്ട് ഓയിലാണ്, പക്ഷേ അതില്ലാത്തതുകൊണ്ട് സൺഫ്ലവർ ഓയിൽ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പപ്പടം നോക്കട്ടെ. ഇവർ കുറേ കറികളൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സദ്യ ഈ എറണാകുളം സൈഡിലേക്കൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് ഈ പറഞ്ഞ എരിശ്ശേരി പോലത്തെ പയറൊക്കെ ഇട്ടിട്ടുള്ള കറിയും അതുപോലെ തന്നെ എന്താ പറയുക മോരുകറി ഉണ്ടാവും. മോരുകറി മീൻസ് കാളനൊക്കെ ഉണ്ടാവും. ഇതിൻ്റെ കൂടെ കാളൻ തന്നില്ല. പിന്നെ കൂർക്ക മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ട്. അത് എറണാകുളം സൈഡ് സദ്യയിൽ അതൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ അത് കോട്ടയം സൈഡ് ആയതുകൊണ്ട് ആയിരിക്കും, എനിക്കറിയില്ല കോട്ടയം സൈഡിൽ എങ്ങനെ സദ്യ ഇതൊക്കെ ഉണ്ടോ എന്നുള്ളത്. എനിക്ക് കോട്ടയം ആൾക്കാർ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ പറയൂ ഗൈസ്, ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത്. രണ്ട് പപ്പടം വെച്ചിട്ട് ചൂടാം എന്തായാലും. ഒരെണ്ണം പായസത്തിന് കഴിക്കാനും ഒരെണ്ണം ചോറിൻ്റെ കൂടെ കഴിക്കാനും മതിയാവില്ലേ? കാർത്തിക്ക് പപ്പടം പൊതുവേ ഇഷ്ടമാണ്. ഇനി ഫുള്ളുണ്ടാക്കി വെക്കണോ? ഫുള്ളുണ്ടാക്കാം, എന്നിട്ട് നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള കൊതി വന്നു. നമുക്ക് എന്തായാലും ഫുള്ളും ഉണ്ടാക്കാം എന്തായാലും, എന്നിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള ഇതിൽ വയ്ക്കാം. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. ഇപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ച് പപ്പടം ഉണ്ടാക്കാം ഗൈസ്. ഇപ്പോൾ ഗൈസ് നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട് നമ്മുടെ ഈ ഒരു പാൻ. നമുക്ക് ഇട്ട് നോക്കാം എന്തായാലും എന്താവുമെന്ന്.
ഗൈസ് തിരിയുന്നില്ലല്ലോ. നമ്മളിതിൽ ആക്കി ഇടുന്നത് അമ്മേ. അപ്പോൾ ഗൈസ് ദേ പപ്പടം 6 നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ആദ്യത്തേക്ക് ഉണ്ടാക്കിയപ്പോൾ ചെറുതായിട്ട് കളറൊക്കെ ചെറിയൊരു വ്യത്യാസമുണ്ട്. പക്ഷേ ലാസ്റ്റ് ആയപ്പോൾ കണ്ടോ നല്ല പെർഫെക്റ്റ് പപ്പടമായി. ഇങ്ങനെയൊക്കെയാണല്ലോ പഠിക്കുന്നത്. ചോറ് ആയിക്കൊണ്ടിരിക്കണോ, അതെന്തായാലും ഇവിടെ കിടന്ന് ആവട്ടെ. ആദ്യമായിട്ടാണ് കേട്ടോ ജർമ്മനിൽ വന്നിട്ട് ഇങ്ങനെ അടിപൊളി സദ്യ കഴിക്കണത്. ജർമ്മനിൽ വന്നിട്ട് ഞങ്ങൾ ഇതുവരെ ഇത്രയും അടിപൊളിയായിട്ട് സദ്യ കഴിച്ചിട്ടില്ല. ഓവനിൽ കയറ്റിയിട്ട് ഒന്ന് ചൂടാക്കണം, എന്നിട്ടാണ് നമുക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ നാട്ടിൽ 7, 8, 9, 9:30 ആയിട്ടുണ്ടാവും നാട്ടിൽ. 3.5 മണിക്കൂർ ഡിഫറൻസ് ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ രാത്രി എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് പായസമൊക്കെ കുടിച്ച് കിടക്കാൻ വേണ്ടി പോകുന്ന സമയത്താണ് ഞങ്ങൾ ഇവിടെ സദ്യ കഴിക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെയുള്ള എല്ലാ മലയാളികളും ഇത് മിക്കവരും ഇത് തന്നെയായിരിക്കും വാങ്ങിച്ചിട്ടുണ്ടാവുക. വളരെ കുറച്ച് പേരായിരിക്കും മിക്കവാറും സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഗായ്സ് ദേ നമ്മളിപ്പോൾ സദ്യ വിളമ്പാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കാത്തി ജോലി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. കുളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, ഫ്രഷ് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചൂടാക്കുക, അതുപോലെ തന്നെ റൈസ് ചൂടാക്കുക, അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി പയ്യെ നമ്മുടെ ഐറ്റംസൊക്കെ ഒന്ന് വിളമ്പി തുടങ്ങാം. കഴിച്ചാലോ, വാ വിളമ്പാം. ഹാപ്പി ഓണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഡിന്നറായി ഗൈസ്. അപ്പോൾ ഗൈസ് സദ്യയൊക്കെ ഉണ്ട് ക്ഷീണിച്ചിരിക്കുകയാണ് ഗൈസ്. ഉറക്കം വരുന്നുണ്ട് അല്ലേ? അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഓണം ഇങ്ങനെയൊക്കെ ആയിരുന്നു. നന്നായിട്ട് ഓണം സെലിബ്രേറ്റ് ചെയ്ത് ഇപ്പോൾ കടന്നുറങ്ങിയായിരിക്കും നമ്മളിപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ നാട്ടില്. അപ്പോൾ എനിവേ ഞങ്ങളുടെ ഒരു രീതിയിൽ അടിപൊളിയായിട്ട് ഞങ്ങൾ അല്ലേ ഓണം സ്പെൻഡ് ചെയ്തു. നല്ല സദ്യയൊക്കെ കഴിച്ചു. അപ്പോൾ തന്നെ സമാധാനമായി. കാരണം കഴിഞ്ഞാണ് സദ്യ പോലും ഉണ്ടായിരുന്നില്ല. ഓർക്കണ്ടോ? എല്ലാവരുടെയും വീഡിയോസൊക്കെ കണ്ട് ഭയങ്കരമായിട്ട് കൊതിയാവുമായിരുന്നു. പക്ഷെ ഇത്തവണ ഞങ്ങളത് നടത്തിയെടുത്തു. മിസ് ചെയ്യുന്നുണ്ട്, ഒബ്വിയസ്ലി മിസ് ചെയ്യുന്നുണ്ട്, ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു ഡെലിക്കസി ലൈക്ക് ഫുഡിന്റെ ഒരു മെയിൻ സംഭവം സദ്യ ആണല്ലോ, ഓണസദ്യ. അത് ഞങ്ങൾ നല്ലോണം ഫുൾഫിൽ ചെയ്തു. അതെ, അടിപൊളിയായിരുന്നു. എന്തായാലും നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ഓണസദ്യ കഴിക്കാണ്ട് നമ്മുടെ UK, ജർമ്മനിയിലൊക്കെ ആൾക്കാരുണ്ടെങ്കിൽ ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഇന്ത്യൻ സ്റ്റോറിൽ ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങളെ പോയി അന്വേഷിച്ച് അടുത്ത തവണത്തെ ഓണത്തിനെങ്കിലും സദ്യ കഴിക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.